വിദ്യാഭ്യാസ ഡയറക്ടർ അത് അന്വേഷിക്കട്ടെ. അതിന് കൃത്യമായ നടപടി. ഡിൻഡോ ഒരു കുറ്റവാളിയാണ്. നിങ്ങൾ ഈ പറയുന്ന ഭാരതഭൂമിനെ പൂജിച്ചാൽ ഒരു ക്രിമിനൽ ആവണമെങ്കിൽ ഞാൻ അങ്ങനെ ആകാൻ തയ്യാറാണ്. ബ്രിട്ടീഷുകാരന്റെ സേവകനാണ്, അടിമയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് KT കുഞ്ഞിക്കണ്ണന്റെ നേതാവായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ തുടങ്ങാല്ലേ? ഹര ഹരോ ഹര. പൊട്ട അബദ്ധങ്ങളാണ് ഗോപികൃഷ്ണൻ. അദ്ദേഹം ഒരു RSSകാരനെ പോലെ സംസാരിക്കുകയാണ്. തൻ്റെ വിദ്യാലയത്തിലെ കുട്ടികളെ RSSന്റെ ഗണഗീതം പാടിപ്പിച്ച അദ്ദേഹം കുറ്റവാളിയുടെ സ്ഥാനത്താണ് നിൽക്കുന്നത്, പ്രതിസ്ഥാനത്താണ് ഈ കേസിൽ നിൽക്കുന്നത്. ഇപ്പോൾ മിസ്റ്റർ ഡിൻഡോ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ ഗാനം, അതിൻ്റെ വരികൾ ഓരോന്നും എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നതല്ലേ, ദേശത്തെയും ദേശീയതയും രാഷ്ട്രത്തെയും ഒക്കെ സംബന്ധിച്ച, ദേശഭക്തിയെ സംബന്ധിച്ച RSSന്റെ പ്രത്യയശാസ്ത്രം. ഗോപികൃഷ്ണൻ ശരിയായി പറഞ്ഞതുപോലെ തന്നെ RSSന്റെ പ്രത്യയശാസ്ത്രത്തിൽ നിന്നുള്ള ഭക്തിമസൃണമായ പദങ്ങളും ഭാഷയും രൂപങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള തങ്ങളുടെ മതാത്മകമായ രാഷ്ട്രത്തെ, തങ്ങളുടെ മതാത്മകമായ ദേശീയതയെ മുന്നോട്ട് വെക്കുന്ന ഒരു ഗാനമാണിത്. ഈ ശുംഭനൊന്ന് ചെലക്കാതിരിക്കാൻ പറയണം. അദ്ദേഹം മലയാള അധ്യാപകനാണോ എന്ന് എനിക്കറിയില്ല. മലയാളം പ്രാഥമികമായി പഠിച്ചിട്ടുള്ള ആളുകൾക്ക്, RSSന്റെ പ്രത്യയശാസ്ത്ര രേഖകളിലൂടെ കടന്നുപോയിട്ടുള്ള ഒരാൾക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. പരമിത്രമാമ ഈ മണ്ണിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സവർക്കർ വായിക്കണം, ഗോൾവാൾക്കർ വായിക്കണം. ആർക്കാണോ ഇത് പുണ്യഭൂമിയായിട്ടുള്ളത്? ആർക്കാണ് ഇത് പുണ്യഭൂമിയായിട്ടുള്ളത്? പുണ്യഭൂമി എന്ന് പറയുന്നത് നമ്മുടെ ചരിത്രത്തിൽ മതവുമായി ബന്ധപ്പെട്ട, അതിൻ്റെ പ്രബോധനവും ഉത്ഭവവുമായി ബന്ധപ്പെട്ട വളരെ ആദർശാത്മകമായ ഒരു കാഴ്ചപ്പാടാണ്. ഓരോ ഞാനല്ലാതെ വേറെ ആര്? എനിക്ക് തോന്നി. വിദ്യാഭ്യാസ ഡയറക്ടർ അത് അന്വേഷിക്കട്ടെ. അതിന് കൃത്യമായ നടപടി. ഡിൻഡോ ഒരു കുറ്റവാളിയാണ്. രാജ്യത്താണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. അല്ലാതെ സവർക്കറുടെ വിചാരധാരയും ഗോൾവാൾക്കറുടെ വി ഓർ അവർ നാഷണൽഹുഡ് ഡിഫൈൻ തുടങ്ങിയിട്ടുള്ള കൃതികൾ ഭരണഘടനയായിട്ടുള്ള വേദഗ്രന്ഥങ്ങളായിട്ടുള്ള ഒരു രാജ്യത്തല്ല നിങ്ങൾ ജീവിക്കുന്നത്. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. കോമള തടയരുത്. മുകുളങ്ങൾ, അതിന് മുകളിലുള്ള വരികൾ നോക്കണം. എന്തിനു വേണ്ടിയാണ്? ഹൈന്ദവ അനുഷ്ഠാന ക്രിയകളിലെ, ഹൈന്ദവ ദൈവാരാധന ക്രിയകളിലെ അർച്ചനയുടെ, അർപ്പണത്തിന്റെ നാനാവിധമായ ഇലയും മുള്ളും ഒക്കെ എന്താണ്, അതൊക്കെ ഇറുത്തെടുത്ത് ദേവി അല്ലെങ്കിൽ ദൈവ സമർപ്പണം, ദൈവാർപ്പണം നടത്തുന്ന ഒരു മതമാണ് ഹൈന്ദവ മതം. ഒരൊലക്ക കിട്ടുമോ? നിങ്ങൾ ഈ പറയുന്ന ഭാരതഭൂമിനെ പൂജിച്ചാൽ ഒരു ക്രിമിനൽ ആവണമെങ്കിൽ ഞാൻ അങ്ങനെ ആകാൻ തയ്യാറാണ്. കാരണം വെച്ചാൽ ഭാരതം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ അമ്മയുടെ സ്ഥാനത്താണ്. ഭാരതത്തെ പൂജിക്കുന്ന ഏതു ഭാരതീയനും, ഞാനിവിടെ ചൈനയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, ഞാനിവിടെ പാകിസ്ഥാനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, എൻ്റെ നാടായ, എൻ്റെ മണ്ണായ ഭാരതഭൂമിയെ പൂജിക്കണമെന്ന് മാത്രമേ ഞങ്ങൾ സംസാരിച്ചുള്ളൂ. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അതിൽ അഭിമാനം പ്രിൻസിപ്പളെന്നല്ല പറയണ്ട, RSS പ്രതിനിധിയായിട്ട് അയാളെ ചർച്ചയിൽ പങ്കെടുപ്പിക്കുക. RSSന്റെ പ്രതിനിധിയായിട്ട് അദ്ദേഹം ചർച്ചയിൽ പങ്കെടുപ്പിക്കുക. അദ്ദേഹം പ്രിൻസിപ്പളായിട്ട് ഉത്തരവാദപ്പെട്ട രാജ്യത്തിന് നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വിദ്യാലയത്തിന്റെ പ്രധാന അധ്യാപകരായിട്ടാണ് അദ്ദേഹം ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇങ്ങനെ പറയാൻ പാടില്ല. ആ രാഷ്ട്രീയം, അതിനേക്കാൾ അബദ്ധപൂർണമായ വർഗീയതയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. KT കുഞ്ഞിക്കണ്ണൻ രാഷ്ട്രീയം പറയണ ഞങ്ങൾക്കും പറയാനുണ്ട്. നിങ്ങളൊന്നും അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഒരു കാര്യം പറഞ്ഞോട്ടെ. ഒന്ന്, ഈ ചർച്ചയിൽ നിങ്ങളടക്കമുള്ള 3 പേരും പറഞ്ഞത് RSSനെതിരെയാണ്. ഒന്ന്, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ മുഴുവൻ മനസ്സിലാക്കിക്കോ, റെയിൽവേയിൽ നിന്നല്ല, ബസ്സിൽ നിന്നല്ല, ഫ്ലൈറ്റിലല്ല, ഈ രാജ്യത്ത് മുഴുവൻ ഇതിലും ഉറക്കെ ഞങ്ങൾ പാടുക തന്നെ ചെയ്യും. നിങ്ങൾ എന്ത് ചെയ്യും? ഇതൊരു ദേശഭക്തി ഗാനമാണ് ഗോപികൃഷ്ണ, നന്നായിട്ട് മനസ്സിലാക്കൂ. പരമപവിത്രമതാം ഈ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ, പരമപവിത്രമായിട്ടുള്ള ഈ മണ്ണിൽ ഞങ്ങൾ ഭാരതാംബയെ പൂജിക്കും. ഞങ്ങൾ മാത്രമല്ല, ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനതയും പൂജിക്കും. സാരേ ജഹാസെ അച്ഛ ഹിന്ദുസ്ഥിത ഹമാര. നോക്ക്, കുഞ്ഞിക്കണ്ണൻ പറയുന്നുണ്ട് ഒരു മതത്തിന്റെ മാത്രമാണെന്ന്. കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ഇന്നലെ DYFIക്കാർ തിരുവനന്തപുരത്ത് പോയി പാടിയെന്താ? ഹിന്ദുസ്ഥിത ഹമാര ഹമാര, ഹിന്ദുസ്ഥാൻ നമ്മുടേതാണ്, ഇനി മുസ്ലിം സ്ഥാൻ എന്താ നമ്മുടേതല്ലാത്ത അദ്ദേഹം ചോദിക്കുമോ? ഒരു സാമാന്യ ബോധം വേണ്ട ഒരു കാര്യം ചോദിക്കുന്നതിന്റെ ഗോപികൃഷ്ണ. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. നിങ്ങളുടെ ചരിത്രം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ സ്ഥാപക നേതാവുണ്ട് SA ഡാങ്കെ. ആ ഡാങ്കെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് എഴുതിയൊരു കത്തുണ്ട്, ഞാൻ വായിക്കാം. ഞാൻ അങ്ങയോട് യാചിക്കുന്നു, ബ്രിട്ടീഷുകാരനോട് യാചിക്കുകയാണ്. ആരാണ്? ഈ KT കുഞ്ഞികൃഷ്ണന്റെ നേതാവ്, സ്ഥാപക നേതാവ്. എന്ത് യാചിക്കുന്നു? കഴിഞ്ഞ എഴുത്തിലോ പ്രസംഗത്തിലോ ഒരിക്കലും ഞാൻ അവിടുത്തെ മഹത്വത്തോട് അവിശ്വസ്തത കാണിച്ചിട്ടില്ല എന്ന് പറയാണ് ഈ നാണമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരൻ. ഏറ്റവും അവസാനം എഴുതിയേക്കുന്നതാണ്, എന്ന് അങ്ങയുടെ വിശ്വസ്തനായ ദാസൻ
സേവകൻ, അടിമ. ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പ്രസ്താവന ബ്രിട്ടീഷുകാരന്റെ സേവകനാണ്, അടിമയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് KT കുഞ്ഞിക്കണ്ണന്റെ നേതാവായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്കേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഞങ്ങളുടെ നേതാക്കന്മാർ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. അന്തസ്സായിട്ട് സമരം ചെയ്തിട്ടുണ്ട്, സമരം ചെയ്തിട്ട് പോയി ജയിലിൽ കിടന്നിട്ടുണ്ട്. മനസ്സ് നിറഞ്ഞു, തന്തയ്ക്ക് വിളിച്ച പോലത്തെ ഒരു സുഖം.